സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഈ കണ്ട ഒരു കാഴ്ച ഉണ്ടല്ലോ, ഇത് നിങ്ങൾ വൃത്തിയായിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. ഇതിനൊപ്പം ഒന്ന് രണ്ട് കാഴ്ചകൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് മനുഷ്യത്വപരമായിട്ടുള്ള രാഷ്ട്രീയം എന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ടൊന്നല്ല, എങ്കിലും ചില ആളുകൾ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. റസാഖ് എന്നാണ് ഈ മനുഷ്യന്റെ പേര്. അല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ കാൽക്കൽ വീണ വൃദ്ധയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു പോയ ആ ഒരു മനുഷ്യന്റെ പേര് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ആ ഒരു സഖാവിന്റെ പേര് റസാഖ് എന്നാണ്. പാലക്കാട്ട് മത്സരിക്കുന്നുണ്ട്. ഈ ചങ്ങാതിയാണ് എൻ്റെ പ്രിയപ്പെട്ട പാലക്കാട്ടുകാര്. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് പാലക്കാട്ട് വരുന്ന എത്തിക്കണം. അവിടെയുള്ള ആളുകൾ ഈ വീഡിയോ കാണേണ്ടത് അത്യാവശ്യമാണ് എന്നതിനാലാണ് ഞാൻ പറഞ്ഞു വെക്കട്ടെ. ഈ ഒരു ചങ്ങാതിയാണ് നിങ്ങൾ മത്സരിച്ച് ജയിപ്പിക്കുന്നതെങ്കിൽ ഈ ലോകത്തുള്ള ഒട്ടുമിക്ക ജോലിയും എടുത്ത് പരിചയമുള്ള, മണ്ണിനോട് പരിചയമുള്ള, കഷ്ടപ്പാടുകൾ അറിയുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹമാണ് നിങ്ങളുടെ MLA ആയിട്ട് അവിടെ എത്തുന്നതെങ്കിൽ അതൊരു മഹാഭാഗ്യമായിരിക്കും എന്നുള്ളതിനപ്പുറം എനിക്ക് വേറൊന്നും പറയാനില്ല. ഇനി കാലുപിടുത്തത്തെക്കുറിച്ച് ഒരു വൃദ്ധയായിട്ടുള്ള ഒരു അമ്മയാണ് തൻ്റെ മുമ്പിൽ ഒരു നേതാവ് വന്ന് നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ അവരുടെ സ്നേഹമായിരിക്കാം, ബഹുമാനമായിരിക്കാം, അല്ലെങ്കിൽ അതിര് കവിഞ്ഞ ഒരു വിധേയത്വമായിരിക്കാം, എന്തോ ആവട്ടെ, ആ പാവം അമ്മയുടെ വൃദ്ധയായിട്ടുള്ള അമ്മയുടെ മനസ്സിൽ എന്ത് ആണ് ഉള്ളത് നമുക്കൊരു പിടുത്തമൊന്നുമില്ല. ആ അമ്മ റസാഖ് എന്ന് പറയുന്ന ഈ സഖാവിനെ കണ്ടപാട് ഞാൻ ഇത് കാലൊന്ന് പിടിക്കട്ടെ, ഇവരെന്തോ ഒരു ദൈവികമായിട്ടുള്ള സംഭവമാണെന്നോ, ഇനി ഇലക്ഷനിൽ മത്സരിക്കുന്ന ആളുകൾക്ക് എന്തോ വേറെന്തൊക്കെയോ ശക്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ പാവം അമ്മച്ച് സങ്കല്പിച്ച് കൂട്ടിയിട്ടുണ്ടാവാം. എന്തിന്റെ പുറത്തായാലും ആ അമ്മച്ച് കാലിൽ തൊടുന്നു. ആ തൊട്ട വഴിക്ക് അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കെട്ടിപ്പിടിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ, നമുക്ക് ആർക്കും ദൈവികത ഇല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇതാണ് റസാഖ് എന്ന് പറയുന്ന ആ ഒരു സഖാവിൽ നിന്ന് വന്ന വാക്കുകൾ. എന്നാൽ താൻ ഒരു ദൈവികതത്വമുള്ള അല്ലെങ്കിൽ ദൈവികത്വമുള്ള അല്ലെങ്കിൽ താൻ എന്തോ സംതിങ് ബിഗ് ആണെന്നൊക്കെ ചിന്തിക്കുന്ന, തൻ്റെ കാലുകൾ എന്തോ പുണ്യമായ കാലുകളാണെന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ദാ ഈ ഒരു വീഡിയോ കൂടി കാണും. നിങ്ങൾ ആ കാഴ്ച ഇപ്പൊ ഏകദേശം വൃത്തിയായിട്ട് തന്നെ കണ്ടിരിക്കും. ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന BJPയുടെ ഇപ്പൊ BJPയുടെ നേതാവാണ്. ഒരു നല്ല നടനായിരുന്നു, പക്ഷെ ഇപ്പൊ BJPയുടെ ഒരു നല്ല നേതാവാണ്. നടനൊന്നും പറയാൻ പാടില്ല, നേതാവാണ്. നോക്കൂ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി, ഒരുപക്ഷെ അദ്ദേഹം സോക്കോൾഡ് ഹൈന്ദവതയുടെ ഒക്കെ എന്തെങ്കിലും കൂട്ടുപിടിച്ചിട്ട് ഒരു കാറിൽ അങ്ങനെ ചാരിയിരിക്കുന്നു, കയ്യിൽ ഒരു കെട്ട് പണമുണ്ട്, അത് വരുന്ന ആളുകൾക്ക് ഇങ്ങനെ വിഷു കൈനീട്ടമായിട്ട് കൊടുക്കുന്നു. ആ വരുന്ന ആളുകൾ കൈനീട്ടം വാങ്ങിക്കുന്നു, അദ്ദേഹത്തിന് കാല് തൊട്ട് വണങ്ങുന്നു. ഒരു നിമിഷം പോലും തന്നേക്കാൾ പ്രായം കൂടിയ ആളുകൾ അവിടെ ഉണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. എൻ്റെ കാലിൽ നിങ്ങൾ വീഴരുതെന്നോ, ഈ കാല് തൊടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു വിഷു കൈനീട്ടം നിന്നു, ആ സ്നേഹം മനസ്സിലുണ്ടായാൽ മതിയെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. അദ്ദേഹം തൻ്റെ കാലിൽ വീഴുന്ന ആളുകളോട് ഭയങ്കര അധികം അയാൾ അതിൽ അഭിമാനിക്കുന്നു. തൻ്റെ കാലെന്തോ വീഴപ്പെടേണ്ട, മറ്റുള്ളവരാൽ വീഴപ്പെടേണ്ട എന്തോ ഒരു കാലാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് തോന്നിപ്പോയത്. ഇത് വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയണമെങ്കിൽ തിരുത്താം. ഒരു വീഡിയോ കൂടി, ഈ വീഡിയോ അയിത്ത വീഡിയോ എന്നാണ് ഞാൻ പറയുക. അയിത്തം. സുരേഷ് ഗോപി ചേട്ടന് ചില ആളുകളൊക്കെ തൊടുന്നതിൽ ഭയങ്കര അയിത്തം ഉണ്ടായിരിക്കും. എനിക്കറിയില്ല, ഈ വീഡിയോ ഒന്ന് കണ്ടോക്കൂ. കണ്ടില്ലേ, സുരേഷ് ഗോപി ചേട്ടൻ അവിടെ ഇരുന്നിട്ട് പറയണ ക്യാമറ ഓഫ്, ക്യാമറ ഓഫ്. ഈ പറയുന്ന ജനങ്ങളെല്ലാരും കൂടിയിട്ട് ജയിപ്പിച്ചു വിട്ട ഒരു മനുഷ്യനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാമറ ഓഫ്
ഈ മനുഷ്യൻ ആ കാറിൽ ഇരുന്നുകൊണ്ട് ആജ്ഞാപിക്കുമ്പോൾ ആ നാട്ടുകാർ മുഴുവൻ ക്യാമറ ഓഫ് ആക്കണം. അത് കേട്ടിട്ട് തൊട്ടിപ്പുറത്തേക്കുന്ന ശോഭേച്ചും പറഞ്ഞു ക്യാമറ ഓഫ് ആക്കുക, ക്യാമറ ഓഫ് ആക്കുക. അദ്ദേഹത്തിന് ഇപ്പോൾ ക്യാമറ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും ക്യാമറ ഓഫ് ആക്കാനൊക്കെ പറയും. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എനിക്ക് പക്ഷേ ക്യാമറ ഓഫ് ആക്കാൻ പറഞ്ഞില്ലെങ്കിൽ അപ്പുറത്തൊക്കെ അവിടെ ഒരു പാവം മനുഷ്യൻ ആ ഒരു കാറിന്റെ ആ ഒരു ഡോറിന്റെ അവിടെ കൈ വെച്ചിട്ട് ഒന്ന് കൈ തരാൻ വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, തന്നെ ജയിപ്പിച്ചിട്ട് ആൾക്കാരെ കൈയൊന്ന് പിടിച്ചതുകൊണ്ട് എന്താ പ്രശ്നം? അവരൊന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് എന്താ പ്രശ്നം? ഇതിനൊക്കെ ഇത്രയുള്ള ചിന്താഗതി, അല്ലെങ്കിൽ ഇതൊക്കെ എന്തൊരു വലിയ പ്രോബ്ലമാണ്. തൻ്റെയേക്കാൾ താഴേക്കുള്ളവരാണ് നാട്ടിൽ മുഴുവുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ കുഴി കുത്തിയിട്ട് അതിൽ ഭക്ഷണം കഴിക്കാൻ താഴേക്കുള്ള ആളുകളൊക്കെ വരുമായിരുന്നു. അങ്ങനെയൊക്കെ അഭിമാനിക്കുന്ന ഒരു ടീമാണ് ഇവര്. ജാതീയതയിൽ അഭിമാനിക്കുന്ന, താൻ പിറന്ന മതത്തിൽ അഭിമാനിക്കുന്ന, അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ഒരാളായിട്ട് ജനിക്കണമെന്നുള്ള വ്യക്തിത്വ വർത്താനം പറയാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കും മറ്റും ചെയ്യുന്ന, അവരെന്തൊരു പ്രത്യേക കുലമാണ്, അതിൽ ജനിക്കുന്നത് എന്തോ മഹത്തായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത വെറും 8ാം ക്ലാസ്സുകാരനായിട്ടുള്ള റഫീഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രവൃത്തി നിങ്ങൾ ഒരിക്കൽ കൂടി കാണണം. ഓപ്പണാവുന്നേ എങ്ങനെയുണ്ട്? നമ്മളൊക്കെ മനുഷ്യന്മാരാന്ന് പറഞ്ഞിട്ട് ആ വൃദ്ധയായിട്ടുള്ള അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അതീവ വൃദ്ധയായിട്ടുള്ള ഒരാളാണ്. അവർക്ക് ഇത് എന്താണെന്ന് അറിയാതെ ചിലപ്പോൾ വിഷം കാലിൽ തൊട്ടതായിരിക്കാം. ആ തൊട്ടതിൽ അത്രയേറെ വിഷമവുമുണ്ട്. അങ്ങനത്തെ ഒരു വൃദ്ധയായ സ്ത്രീ ആരും തൻ്റെ കാലിൽ വിടരുതെന്ന് അത്രയേറെ റസാഖ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യൻ എടുത്ത വഴിക്ക് അല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു പരിപാടിയാണ് ഈ അമ്മച്ചി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയും അവർ എഴുന്നേൽപ്പിക്കുകയും ഇങ്ങനൊന്നും ചെയ്യല്ലേ, നമുക്കാർക്കും ദൈവികതയൊന്നുമില്ലേ എന്ന് കൃത്യമായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ളൊരു സ്നേഹത്തോടുള്ള വർത്തമാനം, ഒരു തൊടൽ, ഒരു പറഞ്ഞു കൊടുക്കൽ, മനസ്സിലാക്കി കൊടുക്കൽ മറ്റേ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന്, അയാളൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഞാനതിൽ അങ്ങനെ പറയുന്നില്ല, സോറി, ആ ഒരു മനുഷ്യൻ അതിൽ ആർക്കെങ്കിലും വിഷമമെങ്കിൽ സോറി കേട്ടോ. എന്തായാലും ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ പേരാണ് കമ്മ്യൂണിസം, മാർക്സിസം, ഇടതുപക്ഷം. ബൈ.